പൗർണമിയും അമാവാസിയും കാവുകളുമായിട്ടുള്ള ബന്ധം. വെളുത്തവാവ് ദിവസവും കറുത്തവാവ് ദിവസവും കാവുകൾക്ക് വളരെ പ്രധാനമാണ്. കാവുകളിൽ നമ്മൾ ആരാധിക്കുന്ന ഭദ്രകാളി സങ്കല്പം പരാശക്തി സ്വരൂപിണിയായ ഭഗവതിയുടെ ബാലാഭാവവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളതാണ്. മഹാത്രിപുര സുന്ദരിയുടെ ബാലസ്വരൂപമായിരിക്കുന്ന ബാലാപരമേശ്വരി അഥവാ ബാലാത്രിപുര സുന്ദരിയുടെ ആരാധനയിൽ ഈ പൗർണമി ദിന പൂജയ്ക്ക് പ്രാധാന്യം വളരെ കൂടുതലുണ്ട്. വെളുത്തവാവിൽ ചന്ദ്രങ്കൽ നനച്ച ലളിതാംബയെ പഞ്ചോപചാരം പൂജിക്കിൽ സർവൈശ്വര്യം അവാപ്നുയാത് എന്നൊരു ഫലശ്രുതിയുണ്ട്. വെളുത്തവാവിൽ ചന്ദ്രങ്കൽ ചന്ദ്രമണ്ഡലത്തെ സങ്കല്പിച്ച് നനച്ച് ആ ലളിതാംബയെ, ലളിതാ മഹാത്രിപുരസുന്ദരി ദേവിയെ, വെളുത്തവാവിൽ ചന്ദ്രങ്കൽ നനച്ച് ആ ലളിതാംബയെ പഞ്ചോപചാരം പൂജിക്കിൽ, 5 ഉപചാരങ്ങളെ കൊണ്ടുള്ള പൂജകളും ചെയ്യുകയാണെങ്കിൽ സർവ ഐശ്വര്യം, എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ്. പൗർണമി പൂജ എന്ന പേരിൽ കാവുകളിൽ പണ്ട് ധാരാളം നടന്നിരുന്നു. കാവുകളുള്ള എല്ലാ സ്ഥലത്തും പൗർണമി പൂജ നടക്കുമായിരുന്നു. അവിടെ മഹാത്രിപുരസുന്ദരി എന്ന അതിപ്രശസ്തമായ ദേവീസങ്കല്പത്തെയാണ് ആരാധിക്കുന്നത്. ലളിതാ സഹസ്രനാമത്തിൻ്റെ അടിസ്ഥാന ദേവതയും ശ്രീചക്രത്തിൽ കുടികൊള്ളുന്ന പരാശക്തി സ്വരൂപിണിയുമായ മഹാത്രിപുരസുന്ദരിയെയാണ് പൗർണമി പൂജയ്ക്ക് കാവുകളിൽ ആരാധിച്ചു പോന്നിരുന്നത്. അതുകൊണ്ടാണ് വെളുത്തവാവിൽ ചന്ദ്രങ്കൽ നനച്ച് ആ ലളിതാംബയെ എന്ന് പറയാൻ കാരണം. അങ്ങനെ വെളുത്തവാവിൽ ചന്ദ്രമണ്ഡലത്തെ സങ്കല്പിച്ച് അവിടെ പരാശക്തി സ്വരൂപിണിയായ മഹാത്രിപുരസുന്ദരിയെ പരികൽപ്പന ചെയ്ത് ആരാധിച്ചു പോന്നാൽ എല്ലാ ഐശ്വര്യ അഭിവൃദ്ധി സമൃദ്ധികളും ആ കുടുംബത്തിൽ വന്നു ചേരുമെന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് പഴയ കാലത്ത് കാവുകളിൽ എല്ലാ വെളുത്തവാവിനും പൗർണമി പൂജ മുടങ്ങാതെ നടത്തി പോന്നിരുന്നത്. ഒരു കാലത്തും അത് മുടങ്ങിയിട്ടില്ല. കറുത്തവാവ് ദിവസങ്ങളിൽ ഇതേ കാവുകളിൽ കഴിഞ്ഞുപോയ തലമുറയ്ക്ക് വേണ്ടിയുള്ള തർപ്പണക്രിയകളും അതോടൊപ്പം കഴിഞ്ഞുപോയ തലമുറകൾ ഏത് മണ്ഡലത്തിലാണോ ലയിച്ചു ചേർന്നിരിക്കുന്നത് ആ മണ്ഡല ദേവതയായ കാളി ഭഗവതിക്ക് പ്രത്യേകമായിട്ട് പൂജാവിധാനങ്ങളും നൽകിപ്പോന്നിരുന്നു. ഒട്ടേറെ മൂർത്തികൾ കുടികൊള്ളുന്ന നിഗൂഢമായ കാവുകൾ പലതും ഉത്തര മലബാറിലും മറ്റും ഉള്ളിടത്ത് കറുത്തവാവ് ദിവസം കരിങ്കുരുതി ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പലയിടത്തും ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നിന്നു പോയിട്ടുണ്ട്. ഈ കരിങ്കുരുതി കൊണ്ട് ആരാധിക്കുന്നത് സാക്ഷാൽ കാലസ്വരൂപിണിയായ മഹാകാളിയെയാണ്. കാമചാരാം ശുഭം കാന്താം കാലചക്രസ്വരൂപിണീം കാമദാം കരുണോദാരാം കാളികാം ഭാവയാമ്യഹം എന്നാണ്. കാമചാരാം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളപ്പോൾ ചെന്നെത്താൻ കഴിയുന്നവൾ. കാമം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇഷ്ടമെന്നാണ്. ചരിക്കുക എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക അല്ലെങ്കിൽ ചെന്നെത്തുക. ഇഷ്ടാനുസരണം എവിടെയും എപ്പോഴും പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ളവൾ, അതാണ് കാമചാരാം. ശുഭം ശുഭമായിരിക്കുന്നവളും കാന്താം മഹാകാലേശ്വരനായ ഭഗവാന്റെ ഭാര്യാപദത്തിലുള്ളവളും കാലചക്രസ്വരൂപിണിയും ആദിയും അന്തവുമില്ലാത്ത കാലചക്രത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവളും കാമദാം ഇഷ്ടങ്ങളെല്ലാം നൽകുന്നവളും കരുണോദാരാം കരുണയും ഉദാര മനസ്ഥിതിയും പ്രകടിപ്പിക്കുന്നവളുമായ കാളി ഭഗവതിയെ ആരാധിക്കുന്നു, ഭാവന ചെയ്യുന്നു. അപ്പം അങ്ങനെ കാലസ്വരൂപിണിയായ കാളിയെ കാവുകളിൽ ആരാധിച്ചു പോന്നിരുന്നു. അത് അമാവാസിക്കാണ്, കറുത്തവാവിനാണ്. അങ്ങനെ കാളീപൂജ കറുത്തവാവിന് കാവുകളിൽ നടത്തുമ്പോൾ അതോടൊപ്പം പിതൃക്കൾക്ക് തർപ്പണവും നടത്തും. അനവധി തലമുറകളിലെ പിതൃക്കൾ
കുടുംബത്തിലുണ്ട്. അനേകം ജന്മജന്മാന്തരങ്ങളിൽ കഴിഞ്ഞുപോയ എല്ലാ പൂർവ്വ പരമ്പരയും ചെന്ന് ലയിക്കുന്നത് കാലത്തിലോട്ടാണ്. കാലയവനികയിൽ മൺമറഞ്ഞു എന്നൊക്കെ നമ്മൾ വലിയ സാഹിത്യകാരന്മാരും വലിയ കലാകാരന്മാരും ഒക്കെ മരിക്കുമ്പോൾ അവർ കാലയവനികയിൽ അന്തർധാനം ചെയ്തു, കാലയവനികയ്ക്ക് പിന്നിൽ മറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ജന്മജന്മാന്തരങ്ങളിൽ കടന്നു പോകുന്ന കഴിഞ്ഞു പോകുന്ന നമ്മുടെ പൂർവികർ ചെന്ന് ചേരുന്നത് കാലത്തിലോട്ടാണ്. ആ ദേവതയാണ് കാളി. ആ ദേവതയ്ക്ക് പൂജ നടത്തുമ്പോൾ പിതൃക്കൾക്കെല്ലാം ശാന്തിയാകും. അത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. പിതൃക്കൾക്ക് മോക്ഷം കിട്ടാനുള്ള കർമ്മം വെറുതെ പിതൃബലി നടത്തുന്നത് മാത്രമല്ല, കാവുകളുള്ളവർ കാവുകളിൽ കാളി പൂജ നടത്തുകയോ അല്ലാത്തവർ സ്വന്തം ഗൃഹത്തിൽ ഭദ്രകാളിയെ ആരാധിക്കുകയോ ചെയ്താൽ അവരുടെ തലമുറകൾക്ക് സായുജ്യം ഉണ്ടാകും എന്നാണ്. അപ്പം പൗർണമി പൂജയുടെയും അമാവാസി പൂജയുടെയും പ്രാധാന്യമാണ് ഇവിടെ പറഞ്ഞത്.